ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ കൊണ്ടൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. സോ വീഡിയോ അതുമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണണേ. ബെല്ലൈക്കൺ കൂടെ ഒന്ന് ടേൺ ഓൺ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെയാണ് കേട്ടോ ഇടുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മിയതിന് ശേഷം മിനിമം ഒരു 1 hour എങ്കിലും മാരിനേറ്റ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ബാക്കി പരിപാടീസൊക്കെ ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ചിക്കൻ ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ളൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കടായി പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കുറച്ച് കുഴിവുള്ള പാനാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ആദ്യം അതിൽ തന്നെ ചൂടായതിന് ശേഷം മല്ലി, കുരുമുളക്, പെരുംജീരകം നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വറുത്തെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മിക്സിയിലിട്ട് നമുക്കൊന്ന് നല്ല പൗഡേർഡ് അല്ലാതെ ചെറിയൊരു ക്രഷ്ഡ് ഫോമിൽ, അതായത് അതിൻ്റെ തരിപ്പും വേണം എന്നാൽ പൊടിയും വേണം, ആ ഒരു ഫോമിൽ നമുക്കൊന്ന് പൗഡറായിട്ട് എടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാവേ. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ എടുക്കേണ്ടത്. എന്നിട്ട് ആറിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട്, അതായത് മസാല തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇതൊക്കെയാണ് ആവശ്യം. വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിയണം. ഇഞ്ചി, പച്ചമുളക് ഇതുപോലെ നടുവേന്ന് കീറിയിട്ട് 2ആയിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ഞാനൊരു ചെറിയ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറിയ സവാളയാണ്, അതുകൊണ്ടാണ് 3 എണ്ണം. നല്ല വലുതാണെങ്കിൽ ഒരെണ്ണം മതി. ഒരു മീഡിയം സൈസ് ആണെങ്കിൽ 2 സവാള കേട്ടോ. അപ്പം ഇതുപോലെ നീളത്തിന് അരിയുക. അതിനുശേഷം ആ സെയിം പാനിൽ തന്നെ വെളിച്ചെണ്ണയാണ് ഇതിൽ മസ്റ്റാർഡും യൂസ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റിന് ഒരു ഇതുണ്ടായിരിക്കത്തില്ല. വെളിച്ചെണ്ണ, പിന്നെ കടുക് പൊട്ടിക്കുന്നുണ്ട്, വറ്റൽമുളകിൻ്റെ ആവശ്യമില്ല, കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് പോലും വേണ്ട, ജസ്റ്റ് എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊന്ന് സോട്ട് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. എനിക്ക് കുറച്ച് പെപ്പറി ഫ്ലേവർ വരുന്ന ചിക്കനിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം, അതാണ് എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ അപ്പം ഉണ്ടാക്കിയൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇങ്ങനെ സോട്ട് ചെയ്യണം എന്നുള്ളത് ആ ടൈമിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വന്നൊരു ഐഡിയ ആണ്. അപ്പം നമുക്ക് കുറച്ച് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ചിക്കൻ്റെ ടെക്സ്ചർ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം ഞാൻ അതിനെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ സെയിം ഓയിലിൽ തന്നെയാണ് നമ്മൾ ബാക്കി പരിപാടീസൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒരു സെയിം ഓയിലിൽ തന്നെയാണ് നമുക്കൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നമുക്ക് ആ ഓയിലിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കരിയാതെ സൂക്ഷിക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇൻഡക്ഷൻ സ്റ്റൗവിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒന്ന് സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ അതിനെ ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, സോട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം അതിൽ ചിക്കനിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ട്. അതുകൊണ്ട് ആ വെള്ളം തന്നെ ഇറങ്ങി വരട്ടെ. അപ്പോൾ ഞാൻ വെള്ളമൊന്നും എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ആ ചിക്കനിലെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ചിക്കനിലെ മസാലയായിട്ടൊക്കെ നന്നായിട്ട് ഓയിലിൽ കിടന്ന് ചിക്കൻ ഏകദേശം ഒരു ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഗരം മസാല, ഇത്രയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ ആദ്യം വറുത്തെടുത്ത പെപ്പർ, മല്ലി, പിന്നെ പെരുംജീരകം, ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അത് ഓപ്ഷണൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതും കൂടെ ആഡ് ചെയ്തൊന്ന് ഇളക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും. അത് നന്നായിട്ടൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് കാണാൻ നല്ല രസമായിരിക്കും. അതിൻ്റേതായിട്ടുള്ള ഫ്ലേവറും ടേസ്റ്റിലുണ്ടായിരിക്കും. ആദ്യം ഒരു റോസ്റ്റ് പോലുള്ളൊരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പെപ്പർ ഫ്ലേവർ വരുന്നൊരു പെപ്പർ ചിക്കൻ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ഡ്രൈ ആയിരിക്കണം. അങ്ങനെ ഉണ്ടാക്കി വന്നപ്പോൾ ഇതിന് ഞാനിട്ട പേരാണ് പെപ്പർ ചിക്കൻ മസാല ഡ്രൈ എന്നാണ് ഞാൻ ഇതിനിട്ടിരിക്കുന്ന ഒരു പേര് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് ഒന്നും കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ ആവശ്യത്തിന് ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇപ്പോഴാണ് ഉപ്പ് നോക്കുന്നത്. ഉപ്പ് ചെറിയൊരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു, കാരണം ഞാൻ ആ മാരിനേറ്റ് ചെയ്ത ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം കണക്കിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതാണ് കൺസിസ്റ്റൻസി. ബാക്കിയെല്ലാം എണ്ണയാണ് കേട്ടോ, അത് വെള്ളമല്ല. പിന്നെ ഒരു വാഴയിലയും കീറിയിട്ട് നമുക്ക് ആ ഒരു തനതായ ടേസ്റ്റ് കിട്ടാനായിട്ട് പ്ലേറ്റിൽ വാഴയിലയിലാണ് കേട്ടോ ഞാൻ സെർവ് ചെയ്ത് മാറ്റിയത്. സത്യം പറഞ്ഞാൽ ഒരു 6-7 പീസ് ചിക്കൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുത്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ നമുക്ക് തികഞ്ഞില്ല, അത്രയ്ക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഈ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നമുക്ക് മട്ടണിലും ട്രൈ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ നമ്മളത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് വിസിൽ ചെയ്തെടുത്തിട്ട് ഈ ഒരു സെയിം പ്രൊസീജിയറിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.